ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക സീരീസ് ഇങ്ങനെ 1-1 നിൽക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ അടിപൊളിയായിട്ട് വിജയിക്കുന്നു. രണ്ടാം മത്സരം ഇന്ത്യയുടെ കയ്യിൽ വന്ന ഗെയിം കയ്യിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് പോവുകയായിരുന്നു അവിടെ സൗത്ത് ആഫ്രിക്ക. മൂന്നാം മത്സരത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഇന്ത്യൻ സൈഡിൽ കാണാൻ സാധ്യതകളുണ്ട്. ആദ്യം നമ്മൾ പറയേണ്ടത് ഈ ഒരു ഗ്രൗണ്ടിനെ കുറിച്ചാണ്. ഈ ഒരു ഗ്രൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പേസും ബൗൺസും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പിച്ചാണ് സെഞ്ചുറിയിലുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിലാണ് വെസ്റ്റ് ഇൻഡീസ് 258 എന്ന വലിയ ടോട്ടൽ ഉയർത്തിയപ്പോൾ അത് സൗത്ത് ആഫ്രിക്ക ചേസ് ചെയ്ത് ജയിച്ചത്. T20 തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ചേസാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ കൂടുതലും റൺസ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പേസും ബൗൺസും കിട്ടുന്ന ഒരു പിച്ച് തന്നെയാണിത്. അത് നന്നായിട്ട് കൈമുതലാക്കാൻ സൗത്ത് ആഫ്രിക്ക ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാർക്കോ ജോൺസനെ പോലെ ഹൈറ്റ് ഉള്ള പ്ലെയർ അവരുള്ളപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു പേസ് ആൻഡ് ബൗൺസ് ജനറേറ്റ് ചെയ്യുന്ന പിച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ അവിടെ ആവേശ് ഖാന് പകരം ഒന്നെങ്കിൽ യാഷ് ദയാൽ അല്ലെങ്കിൽ രമൺദീപിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അവിടെ യാഷ് ദയാൽ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ രമൺദീപ് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രമൺദീപ് അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. എന്തായാലും ഓപ്പണിംഗ് സൈഡിൽ ഇന്ത്യ ഈ ഒരു മത്സരത്തിലും ചേഞ്ച് കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല അവിടെ. അധികം ആ ഒരു സൈഡിൽ കളിക്കുന്ന ഓപ്ഷൻസ് വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ അഭിഷേക്, സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയായിരിക്കും അവിടെ പരീക്ഷിക്കാം. ഈ ഒരു സീരീസ് ശരിക്കും ക്രൂഷ്യലായിട്ടുള്ളത് സഞ്ജു സാംസൺ അല്ല, ആക്ച്വലി തിലക് വർമ്മയ്ക്കും അഭിഷേകിനുമാണ്. അഭിഷേകിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഈ ഒരു സീരീസും അതോടൊപ്പം തന്നെ ഇതിന് മുമ്പുള്ള സീരീസിലും അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷേകിനെ സംബന്ധിച്ച് ഇത് ക്രൂഷ്യലാണ്. അതോടൊപ്പം തന്നെ തിലക് വർമ്മയെ സംബന്ധിച്ചും ഇതൊരു ക്രൂഷ്യലായിട്ടുള്ള സീരീസ് തന്നെയാണ്. അത്യാവശ്യം പെർഫോം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ T20 ടീമിൻ്റെ വെളിയിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ അവിടെ കാണുന്നുണ്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഒന്ന് ജിതേഷ് ശർമ്മയ്ക്ക് അവസരം കിട്ടി കണ്ടാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. ആക്ച്വലി അത് സഞ്ജുവിനെ മാറ്റിക്കൊണ്ടായിരിക്കില്ല ജിതേഷ് ശർമ്മയെ അവസരം കൊടുക്കുക. വിക്കറ്റ് കീപ്പർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ തന്നെയായിരിക്കും. മിഡിൽ ഓർഡറിൽ ആരെങ്കിലും മാറ്റിയാൽ മാത്രമേ അവിടെ ജിതേഷ് ശർമ്മയ്ക്ക് ഒരു അവസരം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അത് മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ റിങ്കുവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. റിങ്കുവും അത്ര നല്ല ഫോമിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ റിങ്കുവിനെ മാറ്റിക്കൊണ്ട് ജിതേഷ് ശർമ്മയോ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് ജിതേഷ് ശർമ്മ വെക്കാനായിരിക്കും. എനിക്ക് തോന്നുന്നു ആവേശ് ഖാന് പകരം യാഷ് ദയാലിനെ അല്ലെങ്കിൽ രമൺദീപിനെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. സ്പിൻ സൈഡ് അങ്ങനെ തന്നെ നിൽക്കാനാണ് സാധ്യതകൾ കൂടുതൽ. എന്തായാലും ഈ ഒരു പിച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 175 ഫസ്റ്റ് ബാറ്റിംഗ് ആവറേജ് സ്കോർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന പിച്ചാണ്. ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് സഞ്ജുവിനെ സംബന്ധിച്ചിരിക്കുന്നത് അത്യാവശ്യം ബൗൺസി ആയിട്ടുള്ള പിച്ചുകളിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് സഞ്ജു. സഞ്ജുവിന് നല്ല സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറകെ വരുന്നവർ കളിച്ചോളൂ എന്നാണ് തോന്നുന്നത്. കാരണം ആദ്യ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം മത്സരത്തിൽ സഞ്ജുവിൻ്റെ വിക്കറ്റ് പോയതിനു ശേഷം അവിടെ ചറപറ വിക്കറ്റുകൾ നമ്മൾ പോകുന്നുണ്ട്. ആക്ച്വലി സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പിച്ചായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മേ ബി ആദ്യത്തെ ഓവറിൽ ആ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതായിരിക്കാം ചിലപ്പോൾ വലിയ തിരിച്ചടിയായത്. എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അതിനും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. ഒന്ന് ഹോൾഡ് ചെയ്ത് കളിച്ച് സെറ്റായാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സൗത്ത് ആഫ്രിക്കയും ആ ഒരു വിന്നിംഗ് 11 തന്നെ നിലനിർത്താനാണ് സാധ്യതകൾ കൂടുതൽ. വേറെ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതകളില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു മത്സരം രണ്ട് ടീമുകളെ സംബന്ധിച്ചും ക്രൂഷ്യലാണ്. ഞാൻ പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ രണ്ട് ടീമുകളെ സംബന്ധിച്ചും ക്രൂഷ്യലായിട്ടൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടും അവൻ്റെ അറിയപ്പെടുത്ത ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.